12 വയസ്സിലെ പ്രണയം, അത് കഴിഞ്ഞ് ഒളിച്ചോട്ടം. സ്കൂളിലൊന്നും പോയിട്ടില്ല. ആരാണെന്നല്ലേ? അമയ്യ, വിഷ്ണു. സ്കൂളിൽ പോണ പറ്റും പറഞ്ഞ് പോവും. എന്നിട്ട് അവിടെയൊക്കെ അങ്ങ് പോവും. അങ്ങനെ പല ദിവസവും വീട്ടുകാർ കൊണ്ടിട്ട് അവിടെയൊക്കെ ഇട്ട് പിടിച്ച്, എവിടേക്കോ തമിഴ്നാടോ എവിടെയൊക്കെ അവർ പോയായിരുന്നു. അങ്ങനെയൊക്കെ കൊണ്ടിട്ട് പിടിച്ചു. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് അവർ കല്യാണം കഴിച്ചു. ഒളിച്ചോടിയാണ് കല്യാണം കഴിച്ചത്. അതിനുശേഷം ഇവർ ഇൻ്റർവ്യൂ കൊടുത്തു. ചാനൽ മുഴുവനും നടന്നവർ ഇൻ്റർവ്യൂ കൊടുത്തു. അത് പിന്നെ മീഡിയക്കാർ പിന്നെ പറയണ്ടല്ലോ. ആരെങ്കിലും ഒളിച്ചോടി എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവരെ തപ്പിപ്പോകുന്ന മീഡിയയാണ്. അപ്പോൾ ഓരോ മീഡിയക്കാരും അവരെ തപ്പിപ്പോയി അവരെ വിളിച്ചു ഇൻ്റർവ്യൂ കൊടുത്തു. ചെറിയ കുട്ടിയൊന്നും, അത് ശരീരം അങ്ങനെയാണ്, അത്രേ ഉള്ളൂ. പക്ഷെ കയ്യിലിരിപ്പ് പറയും. എന്ത് കയ്യിലിരിപ്പ്? എന്താ പറ, എന്ത് മിണ്ടാത്തെ പറ. എന്തെങ്കിലുമൊക്കെ മേടിച്ചു തരാൻ പറയാം. അതിന്റെ എന്താ മേടിച്ചു തരാൻ പറയുന്നേ? വേറെ ഒന്നും പറയില്ല, ഫുഡൊക്കെ പറയും. പിന്നെ അതല്ലാതെ മുടിയൊക്കെ കളർ ചെയ്യാൻ പറയാം. അത് ഇതുവരെ ചെയ്തു തന്നിട്ടില്ല. പിന്നെ എന്നിട്ട് അതിനെ ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കണ്ടേ? നിൻ്റെ കൂടെ അവള് സ്നേഹിച്ച് അവളെ നിനക്കൊപ്പം ഇറങ്ങി വന്ന്. അപ്പോഴേ അവൾക്ക് ഇതുപോലെയുള്ള ആഗ്രഹങ്ങളല്ലേ പറയുന്ന. ഫുഡായിരുന്നാലും അതുപോലെ മുടിയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്, കളറടിക്കുന്ന കാര്യം. പിന്നെ പുള്ളിക്കാരിക്ക് ഒരു കാര്യമുണ്ട്, അവൻ ജോലിക്ക് പോണ അമ്മയ്യക്ക് ഇഷ്ടമില്ല. അമ്മയ്യക്ക് വിഷ്ണു എപ്പോഴും വീട്ടിൽ തന്നെ കാണണം. കാരണമുണ്ട്, അവന് കൂട്ടുകെട്ട് ഇത്തിരി അധികം കൂട്ടുകെട്ടാവുമ്പോൾ അവൾക്ക് അതിലോട്ട് താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് അവൾ ജോലിക്ക് വിടൂല. മൊത്തം പോയത് എല്ലാവരെയും കളർ അടിച്ചു കൊടുത്തു. അത് ഞാൻ തന്നെ വാങ്ങിയിട്ട് അവ സ്വന്തമായിട്ട് മുടി കളർ അടിച്ചു കൊടുക്കും. അവളെ കൊണ്ടുപോയി അങ്ങനെയൊന്നും കളറൊന്നും അടിച്ചു കൊടുക്കൂല. കടയിൽ പോയി കഴിഞ്ഞാൽ അധികം പൈസ കൊടുക്കണം. അപ്പൊ ഞാൻ പിശിക്ക് നേരെ പോയി ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കൊണ്ട് ഞാൻ തന്നെ ചെയ്തു കൊടുത്തു. അറിയോ ഇതൊക്കെ? അങ്ങനെയൊന്നുമില്ല, യൂട്യൂബിൽ കണ്ട് പഠിക്കുകയല്ലേ. അവനെ അറിഞ്ഞുകൂടെങ്കിൽ യൂട്യൂബിൽ നോക്കിയൊക്കെ കളറൊക്കെ അടിച്ചു കൊടുക്കും. അങ്ങനെ അതിനൊക്കെ ശേഷം അവർ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറേ നാൾ അങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ പോയി. ചെണ്ട കൊട്ടാനോ അങ്ങനെയൊക്കെ ഇവൻ്റെ കൂടെ ഇവളും ഒക്കെ പോകുമായിരുന്നു. മുമ്പേ ഇവർ തങ്ങളിൽ പരിചയമായിരുന്നു. അപ്പോഴേ ഇവരിങ്ങനെ കാടുവാരിയായിട്ട് പോകുമായിരുന്നു. ഇവർ രണ്ടുപേരും അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കവേ ഇവൾ വേറൊരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. പിന്നെ അവൾ നീ ആഹാരവും വാങ്ങിച്ചു കൊടുക്കൂല, വസ്ത്രവും വാങ്ങിച്ചു കൊടുക്കൂല, ചുമ്മാ ജോലിക്ക് പോണത് ഇഷ്ടമല്ല. അപ്പം ഇതൊന്നും വാങ്ങിച്ചു കൊടുക്കാതിരുന്നാൽ പിന്നെ അവൾക്കൊന്നും കിട്ടപ്പോയില്ല. അങ്ങനെ അവൾ വിചാരിച്ചെന്തോന്നാണ് വേറൊരുത്തൻ്റെ കൂടെ പോവുക. അത് വേറെ ആരുമല്ല, വിഷ്ണുവിൻ്റെ കൂടെ അവൻ്റെ കൂട്ടുകാരൻ വിഷ്ണുവിൻ്റെ വീട്ടിലൊക്കെ വരുമായിരുന്നു. കൂട്ടുകാരനായ ഒരുത്തൻ്റെ കൂടെ, അബി എന്ന് പറയുന്ന ഒരുത്തൻ്റെ കൂടെ അവൾ പോയി. ഇതൊക്കെ കഴിഞ്ഞിട്ട് വിഷ്ണു വന്നിരുന്ന്, അതായത് ഇവളെ ഭർത്താവ് വന്നിരുന്നും കൊണ്ട് മോങ്ങൽ തുടങ്ങി. അവൾ പോയെന്നും പറഞ്ഞും കൊണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു. വന്നിരുന്നും കൊണ്ട് കരഞ്ഞു. അവളാണെങ്കിൽ അന്തസ്സായിട്ട് പോയി. മറ്റവൻ്റെ കൂടെ പോയതിന് ശേഷം അവൾ കാറിലിരുന്ന് വീഡിയോ ചെയ്യുന്നു. അപ്പം അതൊന്ന് കാണാം, അവൻ്റെ മോങ്ങലും ഒന്ന് കാണാം. എനിക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റില്ലൊരു ഭാവേ, അത്രേ ഉള്ളൂ. സ്നേഹം കൊണ്ട് വാവേന്നൊക്കെയാണ് വിളിക്കണത്. പുള്ളിക്കാരനെ കണ്ടാൽ ഒരുമാതിരി ഇരിക്കണടേ. നിനക്ക് കുളിക്കുകയും കഴിയുമെങ്കിലും ഒക്കെ ചെയ്ത് ആ മുടിയൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കിയൊക്കെ നടന്നൂടെ? ഇങ്ങനെയൊക്കെ കൊണ്ടായിരിക്കും അവൾ പോയിട്ടുള്ളത്. നിനക്ക് വൃത്തിയില്ല, വെടുപ്പുമില്ല, ഒന്നുമില്ല. എന്നെ കാണുമ്പോഴേ ഒരുമാതിരി തോന്നും. പക്ഷെ ആ ഇൻ്റർവ്യൂ കൊടുത്തതിൽ നല്ല വൃത്തിക്ക് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷമൊക്കെ ഇവൻ കണ്ടാലേ അറിയാമൻ കഞ്ചാവാണെന്ന്. ഒരുമാതിരിയാണ് ഇരിക്കണത്. അവൾ സുഖിച്ച് കാറിൽ മറ്റവൻ്റെ കൂടെ യാത്ര. രണ്ടാമത്തെ കാമുകനുമായിട്ടുള്ള വീഡിയോകളൊക്കെ അവൾ പോസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പം അവൻ്റെ കൂടെ ഒളിച്ചോടിയതിന് ശേഷം പിന്നെ പുള്ളിക്കാരി വഴി കാണാൻ വന്ന് ഇതാ ഒരു കാര്യം പറയുന്നുണ്ട്. ഹായ് ഗൈസ്, അപ്പൊ കുറെ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, മേ ബി അബി എവിടെ പോയി, അബി ഇട്ടിട്ട് പോയോ, അതോ അബി കുറെ പേര് ഞാൻ കമന്റ് ഒക്കെ കണ്ടു അബി തേച്ചിട്ട് പോയോന്നൊക്കെ. ബട്ട് അബി ഒരു ഫ്രോഡായിരുന്നു തന്നെ. അബി ഒരു ഫ്രോഡായിരുന്നു ഗൈസ്. നീ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. അബി നല്ലതാണ്, മുത്താണെന്നും പറഞ്ഞല്ലേ കൊണ്ട് നടന്നത്.
അബി എനിക്ക് അത് മേടിച്ചു തരും, ഇത് മേടിച്ചു തരും, വിഷ്ണു ഒന്നും മേടിച്ചു തരൂല, ഞാൻ എന്തൊരു ആഹാരത്തിന് പറഞ്ഞാലും വിഷ്ണു എന്നെ വഴക്ക് പറയും എന്നൊക്കെ അല്ലേ പറഞ്ഞത്. അങ്ങനെയാണ് അബിയിലൂടെ പോയത്. ഇപ്പം അബിയും ചതിച്ചിട്ട് പോയെന്ന്. അത് ഞാൻ പിന്നെയാണ് മനസ്സിലായത്. ഞാനും വിഷ്ണുവായിട്ട് ബ്രേക്കപ്പ് ആവാൻ വേണ്ടി അവൻ കുറെ കിടന്നിട്ട് ഇതിന് ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കത് മേബി മനസ്സിലായതാണ്. അത് കാരണം എനിക്ക് കുറെ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായി. തന്നെ നിന്നെയും നിന്റെ കാമുകനെയും കണ്ട സമയത്തൊന്നും തോന്നൂല. ഇതാണ് വെളിയിലൊരാളിന് കാണുമ്പോൾ ഇവരെ ചാനലിലൂടെ വന്നിട്ട് അതും ഇതൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കാണുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഒന്നും തോന്നൂല. നോക്കുമ്പോൾ അവർ നല്ലതുപോലെ വീഡിയോ ചെയ്യുന്നു, അവൾ അടിച്ചു പൊളിക്കുന്നു, അങ്ങനെയൊക്കെ ഉള്ളവരിതാണ്. ഇപ്പം വന്ന് നിന്നും കൊണ്ട് അവൾ സങ്കടം പറയണ അവനും കളഞ്ഞിട്ട് പോയെന്ന് കാമുകൻ. ഈ ഒരു പ്രശ്നത്തിൽ ആവശ്യത്തിനെ പറ്റി കുറെ പറഞ്ഞു തന്ന് ഞാൻ അതെല്ലാം വിശ്വസിച്ചു. കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പക്ഷെ എനിക്കത് അറിയില്ലായിരുന്നു. പിന്നെയാണ് കുറെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞതും. അവനും മുഴുക്കഞ്ചാവായിരുന്നു. ഈ വിഷ്ണുവിൻ്റെ കൂടെ ആയിരുന്നു എവരൊരു ഗ്യാങ് ആയിട്ടായിരുന്നു. ഈ പെങ്കൊച്ചും അമ്പലങ്ങളിലൊക്കെ കൊട്ടാനും അതിനും ഇതിനുമൊക്കെ പോയി കിടന്ന് ചെണ്ട കൊട്ടനെയൊക്കെ കാണാമായിരുന്നു. ഇപ്പം പറയണ അവനൊരു ഫ്രോഡായിരുന്നു, അവന് അഴുക്ക സ്വഭാവങ്ങളില്ലാത്ത സ്വഭാവങ്ങളുണ്ടായിരുന്നു അബിക്ക്. ആദ്യം അബീര കൂടെ വിഷ്ണുവിനെ കളഞ്ഞിട്ട് അബീര കൂടെ കാമുകൻ്റെ കൂടെ വന്നപ്പോൾ പറയുന്നതായിട്ട് വിഷ്ണുവിന് അഴുക്ക സ്വഭാവങ്ങളുണ്ട്, വിഷ്ണുവിന് കൂട്ടുകെട്ടുണ്ട്, ഒന്നും വാങ്ങിച്ചു തരൂല, അവൻ കഞ്ചാവടിയനാണ് എന്നൊക്കെ വന്ന് മറ്റവൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും. അവനെ വെച്ചും കൊണ്ട് മീഡിയയിൽ ഓരോന്ന് ഇവള് പറയുമായിരുന്നു. ഇപ്പം എന്താ നേരെ തിരിച്ച് പറയണേ, ഇതെന്തൊരു. പിന്നെ നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടാവുമല്ലോ അന്നേ ഇവൻ കാരണം ഞാനും വിഷ്ണുവിന്റെ ബ്രേക്കപ്പിന്റെ ഒരു സിറ്റുവേഷൻ എത്തി. പക്ഷേ ഇവള് പറയണത് വിഷ്ണുവിൻ്റെ കാര്യങ്ങൾ കുറേ നുണകൾ യവൻ അബി ഈ അമ്മയ്യരടുത്ത് പറഞ്ഞു കൊടുത്തു എന്നാണ് അമ്മയ്യ പറയണത്. അത് അങ്ങനെ പറഞ്ഞു കൊടുത്ത് ചിലപ്പോൾ വശത്താക്കിയതായിരിക്കും. അവ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ ഇവള് അവനിലോട്ടങ്ങ് പോയി. അതായിരിക്കാം ചിലപ്പോൾ കാര്യം. പിന്നെ അവനെ അങ്ങ് വിശ്വസിച്ചു. പക്ഷെ ഇന്ന് ബ്രേക്കപ്പ് അല്ല, ഞങ്ങൾ വീണ്ടും ഒന്നായിരിക്കുന്നു ഗൈസ്. ഇപ്പം എന്താ അവർ വർഷങ്ങൾ 12 വയസ്സ് തൊട്ട് പ്രേമിച്ചെങ്കിലും കുറേ നാൾ കഴിഞ്ഞിട്ട് അവർ ഒളിച്ചോടി കല്യാണം കഴിച്ച്. ഇപ്പം പറയണ ആ കല്യാണം കഴിച്ച വിഷ്ണു എന്ന് പറഞ്ഞ അവളെ ഭർത്താവിനെ അതാ വീണ്ടും ഒന്നിക്കാൻ പോണെന്നു. ഇതെന്തേരും ഇതൊക്കെ. അപ്പം മറ്റോ പോയി. പിന്നെ ഈ ഞങ്ങളുടെ റിലേഷൻഷിപ്പിലോട്ട് ഈ അബി എന്ന് പറഞ്ഞവൻ വന്നപ്പോ തൊട്ടാണ് ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായത്. കുറെ കാര്യങ്ങളൊക്കെ കണ്ട് എനിക്ക് മനസ്സിലായി. അപ്പൊ തൊട്ടാണ് ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായത്. പിന്നെ ഗൈസ് വിഷ്ണു ആയിട്ട് ഒന്നിച്ചെന്നു. അവൻ കാരണമാണ് നമ്മളെ രണ്ടുപേരെയും കൂടെ, അബി കാരണമാണ് നമ്മളെ രണ്ടുപേരെയും കൂടെ പിരിച്ചത്. എല്ലായിരുന്നെങ്കിൽ നമ്മളങ്ങനെ അല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ കൂടെ പോയി കുറേ നാൾ അവൻ്റെ കൂടെ സുഖിച്ച് ജീവിച്ച്. ഭയങ്കര കറക്കമായിരുന്നു. കാറിൽ കറങ്ങി അടിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ പോയിട്ട് ഈ ഭർത്താവ് കാണാൻ വേണ്ടിയിട്ടിരുന്നും കൊണ്ട് ഒരേ പാട്ടും ഡാൻസും ഒരു ബഹളമായിരുന്നു. അവൻ്റെ കൂടെ ഈ രണ്ടാമത്തെ അവൻ്റെ കൂടെ പോയപ്പോഴത്തേക്ക് ഇവളെ കാണാനും നല്ല രസമുണ്ടായിരുന്നു. ഭംഗിയായി വരികയും ചെയ്ത്. ഈ പെങ്കൊച്ച് നല്ലതുപോലെ വണ്ണം വെച്ച് കാണാൻ മുഖത്തിനൊക്കെ ഒരു ഐശ്വര്യവും വീണ് ആ മുടിയൊക്കെ നല്ല ഇതിലാക്കി അവൻ കൊണ്ടുപോയി നല്ലൊരു മേക്കപ്പൊക്കെ ചെയ്യുമായിരുന്നു. ആദ്യത്തെ ഒരു മോടി അവനും കാണിച്ചു കേട്ടോ അങ്ങനെയൊക്കെ. പിന്നെ കുറച്ച് നാൾ അവളെ കൊണ്ട് നടന്നപ്പോഴത്തേക്ക് അവന് വേണ്ട, അവൻ വേറെ ആരുടെ പോയി, വേറെ അവളെ കിട്ടിയപ്പോൾ അവൻ പോയി അവൻ്റെ പാട്ടിന്. ഇപ്പോൾ ഞങ്ങൾ ബ്രേക്കപ്പ് അല്ല, ഇപ്പോൾ ഞങ്ങൾ വീണ്ടും ഒന്നായിരിക്കുന്നു ഗൈസ്. അപ്പം ഇതൊക്കെയാണ് അവളെ അവസ്ഥകൾ. അപ്പം ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ വന്നു, ഇവളെ കല്യാണം കഴിച്ച ഭർത്താവ് വന്നു, വിഷ്ണു എന്ന് പറഞ്ഞ അവൻ വന്നിട്ട് അവൻ്റെ ചാനലിൽ വന്ന് ഇന്നും കൊണ്ട് പറയുന്നതായിട്ട് അവൻ അവളെ കളഞ്ഞിട്ട് പോയാലും അവളെ എവന് വേണമെന്ന്, ഈ ഭർത്താവിന് എവളെ വേണം, എനിക്ക് അവളെ വേണം, എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റൂല. വൃത്തിയായിട്ട് നടയടേ നീ വിഷ്ണു, എങ്കിലല്ലേ അവൾക്ക് കണ്ട ഇഷ്ടം വരുള്ളൂ. അവൾ കണ്ട ഇപ്പം സുന്ദരിയായിട്ടിരിക്കണം. അങ്ങനെയൊന്നും
ഒന്നുമല്ല, നിന്റെ വിഷമം അമ്മക്കറിയാം. അവൻ കളഞ്ഞിട്ട് പോയി, അവൻ നിന്നെ തേച്ചിട്ട് പോയി. എൻ്റെ വിഷമത്തിൽ അബി പോയി എന്നും പറഞ്ഞ് എന്നെ വന്ന് ഇന്ന് പറഞ്ഞ് നീ വേറെ ഒന്നും പറയണ്ട. അപ്പം പിന്നെ നീ എന്തായാലും ആദ്യത്തെ അവൻ നിന്നെ സംരക്ഷിക്കുമെന്ന് അറിയാം. അവൻ ഈ ഇത്തിരിയൊക്കെ കഞ്ചാവൊക്കെ അടിക്കുമെങ്കിലും അവൻ വെറും പാവമാണെന്ന് തോന്നണം. അന്ന് അവൻ കിടന്ന് ഭയങ്കര മോങ്ങലായിരുന്നു. എവള് പോയപ്പം എന്നെ കളഞ്ഞിട്ട് എൻ്റെ വാവച്ചി പോയെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര മോങ്ങലാണ്. അവൾ ചെന്നിട്ട് ഒരറ്റത്തോട്ട് നിന്നിട്ട് പറയണേ, അവൻ ഈ കിഴങ്ങ എനിക്കൊന്നും വാങ്ങിച്ചും തരൂല, എനിക്ക് ആഹാരവും തരൂല, എനിക്ക് വസ്ത്രവും മേടിച്ച് തരൂല, എന്നെ എങ്ങും കൊണ്ടും പോകൂല എന്നും പറഞ്ഞ് അവൾ പറഞ്ഞുകൊണ്ട് കിടന്നു. ഇപ്പം വന്നിരുന്ന് വേറൊരു ന്യായം പറയുന്നു. ഇനിയിപ്പം ഭർത്താവ് അങ്ങനെ സ്വീകരിച്ചിരിക്കുകയാണ്. അമ്മയ്യ ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങൾ പറയുന്നുണ്ട്, എന്ത് കാര്യം കൊണ്ടാണ് കാമുകനൊപ്പം പോയത് എന്ന്. ഹായ് ഗൈസ്, അപ്പൊ എല്ലാവരും കുറെ പേര് കാര്യം അറിയാതെ എന്നെ കൊണ്ട് ഒരു ബ്ലോഗ് ഇടുന്നു പറയുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോ ആ കാര്യങ്ങൾ മൊത്തം നിങ്ങളെ കൊണ്ട് പറയുവാണ്. ഈ പ്രശ്നം എന്ന് വെച്ചാൽ ഞാനും വിഷ്ണുവായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്തേലും മൂക്കിനകത്ത് എന്തേലും ഇരുന്ന് ഞവിക്കണത്, രണ്ട് മൂക്കിൻ്റെ ആ ഇവിടെ ഈ രണ്ടറ്റത്ത് എന്തോ ഇരുന്ന് ഞവിക്കണം, എന്തരാണോ എന്തോ ഇങ്ങനൊരു ആടപ്പേര്. പക്ഷെ അന്ന് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഇവനാണെങ്കിൽ എല്ലാരെ കൊണ്ടും പറഞ്ഞു നടന്ന് ഞാനും അവനും അങ്ങനെ ഒരു കുറച്ച് ബന്ധമുണ്ട്, അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ടെന്ന് എന്തോ ഒരു ചുമ്മാ. ഇതിപ്പോൾ ഇവർ തങ്ങളിൽ പോവാനുള്ള കാര്യമാണ് ഇവള് പറയണത്. ഈ വിഷ്ണുവിൻ്റെ കൂട്ടുകാരനായിരുന്നു അബി. എവളും അതിൻ്റെ ഇടയിൽ കിടന്ന് കളിക്കുമായിരുന്നു. ഇത് തങ്ങളിൽ മിണ്ടയും പറയുകയും ഒരു പ്രത്യേക സൗഹൃദമൊക്കെ ഉണ്ടായിരുന്നു. ഈ വിഷ്ണു എല്ലാവരുടെ പറഞ്ഞുകൊണ്ട് കിടന്ന് മറ്റവനുമായിട്ട് ഇവക്ക് കണക്ഷൻ ഉണ്ട് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് നടന്നപ്പോൾ ലോകം മൊത്തത്തിൽ അറിഞ്ഞവനുമായിട്ട് കണക്ഷൻ ഉണ്ടെന്ന്. അപ്പം അതിൻ്റെ പേരിൽ പറഞ്ഞ് നടന്നതല്ലേ, അതുകൊണ്ടാണ് ഞാൻ അവൻ്റെ കൂടെ അങ്ങ് പോയത്. പിന്നെ ആളുകളടുത്ത് മൊത്തവും പറഞ്ഞുകൊണ്ട് നടന്നാൽ പിന്നെ ആ ഒരു നാണക്കേട് കൊണ്ടാണ് ഞാൻ അവൻ്റെ കൂടെ അങ്ങ് പോയത്. ഇപ്പോൾ പോയിട്ട് ഇതാ മൂഞ്ചി തിരിച്ച് മറ്റവൻ്റെ അടുത്ത് തന്നെ വന്നു. ഇതാക്കിയതാണ്. പക്ഷെ എല്ലാരെ കൊണ്ടും പറഞ്ഞു നടന്നു. ഇനി പറയാൻ പറ്റാത്ത ആരുമില്ല. അന്നത്തെ അവസാനം നീ എനിക്ക് വേണ്ട, അവന്റെ കൂടെ തന്നെ പോയിക്കോ. പിന്നെ അവൻ പറഞ്ഞൊരു വോയിസ് ഉണ്ട്, ഇത് കേട്ടാ നീ പിന്നെ അവൻ്റെ കൂടെ പോയി കിടന്നിട്ട് ആഴ്ചകളോളം മാസങ്ങളോളം കഴിയുമ്പോഴത്തേക്ക് തിരിച്ച് അവൻ്റെ അടുത്ത് വന്നാൽ പിന്നെ അവൻ സ്വീകരിക്കുമോ? ദിവസങ്ങളോളം പോയി അവൻ്റെ കൂടെ അങ്ങ് പോവും, ഉലാത്തിക്കൊണ്ട് പോയി അവൻ്റെ കൂടെ അങ്ങ് പോയി അവിടെയൊക്കെ പോയി കടന്നിട്ട് പിന്നെ തിരിച്ച് ഇവൻ്റെ കൂടെ വരുമ്പോൾ അവൻ സ്വീകരിക്കുമോ? നിനക്ക് തന്നെ മനസ്സിലാവും. ഇത് നോക്കിക്കോടാ, എനിക്ക് എന്തൊക്കെ വേണം അതെല്ലാം നോക്കിക്കോ. അവിടെ എല്ലാം യൂസ് കഴിഞ്ഞു, നീ കുറച്ച് യൂസ് ചെയ്ത് നടക്കും, അത്രേ ഉള്ളൂ. നീ ഈ വോയിസ് നിങ്ങൾ തന്നെ കേട്ടാ അവൻ എത്രയൊക്കെ അതൊക്കെ കേട്ട് അത് നീ അവൻ്റെ കൂടെ പോയി നിന്നെയും കൊണ്ട് പോയി അവൻ്റെ വിഷ്ണുവിൻ്റെ അടുത്ത് നീ ഇല്ലാത്തത് കൊണ്ട് അവൻ അറിഞ്ഞ് നീ അവൻ്റെ കൂടെയാണെന്ന് അറിഞ്ഞത് കൊണ്ട് അവൻ അങ്ങനത്തേക്ക് ചീത്തകളൊക്കെ വിളിച്ച്. അതിൽ പിന്നെ പ്രത്യേകതയൊന്നുമില്ല അതിൽ കേൾക്കാനൊന്നും. പറഞ്ഞതാണ്. പിന്നെ ഞാൻ എങ്ങനെ അവന്റെ കൂടെ പോകണം? പിന്നെ ഞങ്ങൾ തമ്മിൽ കല്യാണമൊന്നും അങ്ങനെ കഴിഞ്ഞിട്ടൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു ഇത് മാത്രമേ, നിയമപരമായിട്ട് ഞങ്ങൾ തമ്മിൽ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ എന്നെ ഫുള്ള് ബ്ലാക്ക് മെയിലാണ്. നിങ്ങൾ തന്നെ പറ. പിന്നെ എനിക്ക് ഈ ടൈമിൽ കഞ്ചാവൊക്കെ ആദ്യം വലിക്കുമായിരുന്നു. ആരുമായിട്ട് കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന്, പിന്നെ ഒളിച്ചോടി കല്യാണം കഴിച്ചിട്ടല്ലേ ഇൻ്റർവ്യൂ എടുത്തത്. അപ്പം അതിലും കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലേ? അപ്പം അവിഹിതമാണല്ലേ. ആദ്യത്തവനുമായിട്ടും അവിഹിതം, രണ്ടാമത്തവനുമായിട്ടും അവിഹിതമായിരുന്നു. വീണ്ടും അവിഹിതത്തിൽ രണ്ടാമത്തെ അവിഹിതത്തിൽ കളഞ്ഞിട്ട് പോയപ്പോൾ വീണ്ടും ആദ്യത്തെ അവിഹിതത്തിലോട്ട് വരണം. കല്യാണം രജിസ്റ്റർ മാരേജും ചെയ്തിട്ടില്ല, പിന്നെന്തോന്ന് കല്യാണം കഴിച്ചെന്നും പറഞ്ഞ് ഈ മീഡിയക്കാർ നിങ്ങളെ വിളിച്ചിരുത്തി ഇൻ്റർവ്യൂ എടുത്തത്. അതെനിക്ക് അറിയാമായിരുന്നു. പിന്നെ ഇതൊക്കെ നിർത്തിയാലേ ഞാൻ വരുത്തോളം എന്നാണ് ഞാൻ അവനെ കൊണ്ട് പറഞ്ഞത്. എന്നെ കൊണ്ട് എല്ലാം നിർത്തി എന്നാ പറഞ്ഞത്. കഞ്ചാവൊക്കെ ആദ്യം വലിക്കുമായിരുന്നു. കഞ്ചാവ് വലിക്കണത് എല്ലാം എനിക്കറിയാമായിരുന്നു. ഭർത്താവിൻ്റെ കാര്യമാണ് പറയണത്, അപ്പം ആളുകൾ പറയണതല്ല, അവക്കും എല്ലാം അറിയാമായിരുന്നു. അപ്പം മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അവൻ്റെ കൂടെ ഇത്രയും നാൾ കഴിഞ്ഞത്. എൻ്റെ പൊന്നു കൊച്ചേ, നിനക്ക് പഠിക്കാൻ പൊയ്ക്കൂടെ ഇരുന്നാ? നിൻ്റെ അച്ഛനും അമ്മയും നിന്നെ പഠിക്കാൻ വിട്ട സമയത്തിൽ 10 വയസ്സും 12 വയസ്സിലൊക്കെ നീയൊക്കെ എത്രയുണ്ട്? അപ്പം പഠിക്കാൻ പോയിരുന്നെങ്കിലാ? പഠിക്കാൻ പോവാതെ അവൻ്റെ കൂടെ അങ്ങ് ഒളിച്ചോടി. എത്രാമത്തെ വയസ്സിൽ ഒളിച്ചോടിയാ എന്തോ.
ഇത് വന്നിരുന്നും കൊണ്ട് ഇൻ്റർവ്യൂവിലൊക്കെ പറയുന്നുണ്ട് എനിക്ക് പഠിക്കണ ഇഷ്ടമല്ല, എനിക്ക് ജോലിക്ക് പോകണ ഇഷ്ടമല്ല, ജോലിക്ക് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ വേണ്ടേ, വരുമാനം വേണ്ടേ, ഇങ്ങനെ ജീവിക്കും, പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞാൽ കുടുംബമൊക്കെ ആകുമ്പോൾ എങ്ങനെ ജീവിക്കും എന്ന് അവർ ചോദിച്ചപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ജോലിക്ക് പോകണ ഇഷ്ടമല്ല, അവൻ പോയി കൊണ്ട് തരും, അവനെ എനിക്ക് ജോലിക്ക് വിടണ ഇഷ്ടമല്ല. ഭർത്താവെന്നും പറഞ്ഞ് വിഷ്ണുവിനെ ആ കൂടെ നടന്നോയി. ഇപ്പോൾ പറയണ അവൻ ഭർത്താവൊന്നും അല്ല, അവന് അല്ലാതെ ഒന്നും നിയമപരമായിട്ട് കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല എന്നിട്ട് പറയുന്നുണ്ട് അവൻ്റെ അച്ഛനും അമ്മയും ജോലിക്ക് പോയി കൊണ്ട് തരണത് നമ്മൾ കഴിച്ചു കിടക്കുമെന്ന്. പിന്നെ ഞാനറിയാതെ ഈ കഞ്ചാവൊക്കെ വലിക്കാൻ തുടങ്ങി. എന്നെ കൊണ്ട് അറിയാതെ അപ്പൊ തന്നെ പറയും എന്നെ അത്ര ഇഷ്ടമുണ്ട്, എന്നെ ഇതൊക്കെ വലിച്ചിട്ടാണ് അവൻ ഇങ്ങനത്തുള്ള സംശയരോഗമൊക്കെ കാണിച്ചത്. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ശരിക്കും കാണിച്ചു കൊടുക്കുക ഇവനുമായിട്ടുള്ള ഈ ബന്ധം. ഇപ്പോഴാണ് ശരിക്കും ഇനിയാണ് അതുകൊണ്ട് ഞാനിപ്പോൾ ശരിക്കും കാണിച്ചു കൊടുക്കുക. കഞ്ചാവൊക്കെ വലിച്ചിട്ട് വന്നിട്ട് അവന് സംശയരോഗം, അതുകൊണ്ട് ഞാൻ ശരിക്കും കാണിച്ചു കൊടുക്കുക എന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ അബീരെ കൂടെ പോയത്, അവൻ്റെ കൂടെ പോണത്. നീ കഞ്ചാവൊക്കെ വലിച്ചിട്ട് വന്നിട്ട് എല്ലാവരുടെ പറഞ്ഞുകൊണ്ട് നടന്നില്ലേ, അതുകൊണ്ട് എവളെ നാറ്റ കേസാക്കി, അതുകൊണ്ട് ഞാൻ അവൻ്റെ കൂടെ അങ്ങ് പോവേണ്. ഇതാണ് ഇപ്പോഴത്തെ ആളുകളെ അടവ്. ലോകം മൊത്തത്തിൽ പറഞ്ഞുകൊണ്ട് കിടന്നു, അതുകൊണ്ട് ഞാൻ ഇനി അങ്ങ് പോവേണ്. കാണിച്ചു കൊടുക്കാൻ പോണത് അത്ര എനിക്കിപ്പോ പറയാനുള്ളൂ. കുറെ ഭർത്താവ് എന്ന് പറഞ്ഞ് ഇങ്ങനെ പുറകെ നടന്നു വരുന്നുണ്ട്. ഒരു ഭർത്താവ് ചെയ്യേണ്ട കാര്യങ്ങൾ കൂടിയല്ല ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒന്ന് നോക്ക് കൂടിയില്ലേ, എപ്പോ ചെക്കന്മാരെ കൂടി ഇരുന്നിട്ട് കഞ്ചാവ് വലിക്കണം, ആ ഒരു മൈൻഡ് മാത്രമേ ഉള്ളൂ. എന്നെ നോക്കിയിട്ടില്ല. എനിക്കൊരു സാധനം അതൊക്കെ ശരി, തെറ്റ് തന്നെയാണ്. ഒരു ഭാര്യയെന്നും പറഞ്ഞ് ഒരു കൊച്ചിനെ അവിടെ കൊണ്ടുവന്ന് ആക്കി, അല്ലെങ്കിൽ തന്നെ ലിവിങ് ടുഗദർ ആവട്ടെ, നിങ്ങൾ കഴിയണ്, എന്നാൽ ആ കൊച്ചിനെ ഒരു നേരമെങ്കിലും ഒന്ന് നോക്കണ്ടേ, ഒന്ന് അന്വേഷിക്കണ്ടേ. കഞ്ചാവ് അടിച്ച് കൂട്ടുകാരന്മാരൂടെ കറങ്ങി നടന്നാൽ മതി. അതിനെ പിന്നെന്തിനാണ് അവിടെ കൊണ്ടുവന്നിരുത്തിയിരിക്കണ? അത് വല്ലതാ കഴിച്ചാന്ന് വിളിച്ച് ചോദിക്കണം, അവൾ വിളിച്ചാൽ ഫോൺ എടുക്കൂല, ഇതൊക്കെ അത് പറയുന്നുണ്ട്. അതൊക്കെ കൊണ്ട് അത് പോയതാണെന്ന് അത് കറക്റ്റ് പറയുന്നുണ്ട്. തരണം എന്നൊന്നുമില്ല. ഞാൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയി ചെയ്യണം, അങ്ങനെയൊക്കെ തന്നെ. പിന്നെയാണ് ഈ പറയുന്ന അബി എന്ന് പറഞ്ഞ അവന്റെ കാര്യങ്ങൾ പറഞ്ഞത്. പിന്നെ അവനുമായിട്ട് എനിക്ക് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്, അവന്റെ കൊച്ചാണ് എന്റെ വയറ്റില് എന്നൊക്കെ എല്ലാരെയും വിളിച്ച് പറഞ്ഞു കൊടുത്തു. അതിന്റെയൊക്കെ ആവശ്യം എന്താണെന്ന്. വയറ്റില് കൊച്ചുണ്ട്, അബീരെ കൊച്ചുണ്ടെന്ന് പെറ്റില്ലേ ഇതുവരെ, ഇപ്പോഴും വയറൊന്നും ഇല്ലാതെയാണല്ലോ വന്നിരിക്കണം. എന്തിരൊക്കെ എന്തോ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പൊ കരഞ്ഞിട്ട് എന്നെ കാണിക്കുക. എനിക്ക് കുറെ വീഡിയോ ഒഴിച്ചുണ്ട്, കരഞ്ഞ് ഞാനിപ്പോ ചാവാൻ പോവും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെ ഒന്നുമല്ല. പിന്നെ എന്നെ അവനിങ്ങളെ ഒരുമാതിരി മോശമായിട്ട് പറഞ്ഞു. അവർക്ക് വൃത്തികേടായിട്ട് പറഞ്ഞു, നീ എടുത്തോ, എന്റെ യൂസ് ഒക്കെ കഴിഞ്ഞ് നീ എടുത്തോ, ഇനി എനിക്ക് വേണ്ട, അങ്ങനെ അത്രയ്ക്കും ബാഡായിട്ടാണ് പറഞ്ഞത്. ഇനി നീ ഇങ്ങനെ കുറച്ചു നാൾ കൊണ്ട് ഉപയോഗിക്കുക. അവന്റെ ഉപയോഗമൊക്കെ കഴിഞ്ഞെന്ന്, ഇത്രയും വർഷം കൊണ്ട് നടന്ന് അവന്റെ ഉപയോഗം കഴിഞ്ഞ്, അതുകൊണ്ട് നീ ഇനി എടുത്തോടെ അബീന്ന് അങ്ങ് പറഞ്ഞെന്ന്. അങ്ങനെ അബീൻ കുറെ നാൾ ഇപ്പൊ കൊണ്ട് നടന്നിട്ട് ഇപ്പൊ വീണ്ടും വലിച്ചങ്ങ് എറിഞ്ഞ്, കറിയിലിട്ട കരിയപ്പല പോലെ എടുത്ത് അവളെ അങ്ങ് ദൂരെ എറിഞ്ഞ്. ഇപ്പൊ എവള് കിടന്ന് മോങ്ങല്. അങ്ങനെയാണോ ഒരു ഭർത്താവ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടത്? ഇങ്ങനൊന്നും അല്ലല്ലോ. അതിന്റെ കുറെ ഇപ്പൊ ഇങ്ങനെ കരഞ്ഞു വരുന്നത് എന്തുകൊണ്ടാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവൻ പറയാതെ തന്നെ നിന്നെ അവന്റെ കൂട്ടുകാരനെന്ന് പറയണ അവൻ കൊണ്ടുപോയി കഞ്ചാവ് ഓടിച്ചിട്ട് നിന്നെ കൊണ്ടുപോയി ഉപയോഗിച്ചിട്ട് ഇപ്പൊ വലിച്ചെറിഞ്ഞില്ലേ, ഇപ്പൊ നീ വന്ന് നിന്ന് മോങ്ങുന്നില്ലേ? എല്ലാ കാര്യങ്ങളും അവന്റെ വീട്ടിലെ കാര്യങ്ങളും അവന്റെ കാര്യങ്ങളും ജോലിയില്ല എല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ അവനെ നോക്കിയത്. പക്ഷെ എന്നിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെയാണ് കിട്ടിയത്. പിന്നെ പിന്നെ ഞാൻ ചെല്ലണമെന്ന് പറയുന്നുണ്ട്. അതെന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ എന്തേലും നോക്കി, നീ ഒന്നും നോക്കിയില്ല. അവൻ പറയുന്നുണ്ട് അവൾക്ക് ഒരു ഗ്ലാസ് പച്ചവെള്ളം അതിൽ നിന്ന് പൈപ്പിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ പോലും അവൾക്ക് അറിഞ്ഞൂടാ, അവളൊന്നും ചെയ്യൂല. പിന്നെ എന്തേലും നോക്കിയെന്നാ എന്തോ. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ടും പിന്നെ എന്തിനും ചെല്ലണം. പിന്നെ അന്ന് രാത്രി ഞങ്ങൾ ആ ടൈമിൽ പ്രശ്നം നടക്കുന്ന ടൈമിൽ ഞാൻ തിരിച്ചില്ലായിരുന്നു. അപ്പൊ അന്ന് രാത്രി ഇതുപോലെ ഒരു 1 മണി 2 മണിയായി അതുപോലെ എന്നെ അടിക്കാനൊക്കെ. അന്ന് പ്രശ്നം നടക്കുന്ന സമയത്ത് തിരിച്ചില്ല മറിച്ചില്ല ഒക്കെ ആയിരുന്നു. ഒളിച്ചോടി, രണ്ടാൻ്റെ കൂടെ ഒളിച്ചോടി എവിടെയൊക്കെ പോയി തിരിച്ചില്ല മറിച്ചില്ല കണ്ട പോയ കാര്യമാണ് പറയണത്. എന്നെ ഇവിടേക്ക് അടിച്ചിട്ടുണ്ട്, കണ്ണിന്റെ ഇവിടേക്ക് ഇട്ട് അടിച്ചിട്ടുണ്ട്. എന്നെ അടിക്കാനൊക്കെ വന്നിട്ട് എന്നെ രാത്രി അവിടുന്ന് ആ പ്രശ്നത്തിൽ നിന്ന് കയറ്റി വിടുന്നത് തിരിച്ച് തമിഴ്നാട് പോലീസാണ് പാലക്കാട് കയറ്റി വിട്ടിട്ട് പാലക്കാട് നിന്ന് ഞാൻ ഇങ്ങോട്ട് എറണാകുളം വന്നത്. അപ്പൊ അത്രയും പ്രശ്നം അവിടുന്ന് ഞാൻ അത്രയ്ക്കും പേടിച്ചിട്ടാ വന്നത്. എനിക്ക് പുറകെ ചിലപ്പോൾ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് എന്നെ കാണാൻ വേണ്ടി 2 ദിവസം എറണാകുളത്ത് വന്ന് നിന്നിട്ട് എറണാകുളത്ത് നിന്ന് കുറെ ആൾക്കാരെ ഫോൺ മേടിച്ച് വിളിക്കാനൊക്കെ നോക്കിയതാണ്. ഇവിടെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞു.
ഇപ്പൊ ഫുള്ള് എനിക്ക് മൊത്തത്തിൽ എന്നെ ഇതാക്കുമെന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നത്. അവന്റെ എന്നെ കുറെ ഇത് ഞാൻ കുറെ പേരോട് പറഞ്ഞു. നിന്നെന്തരാക്കി നടക്കാലും നീ ഒന്നും അറിയാതെ വീണ്ടും തിരിച്ച് അവൻ്റെ അടുത്തല്ലേ വന്നത്. അത് അവൻ പറയുന്നുണ്ട്, ഞാൻ 2 കൈയും നീട്ടി സ്വീകരിക്കും, അവൾ വരട്ടെ, എൻ്റെ വാവാച്ചി വരട്ടെ, ഞാൻ സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ മണ്ണുണ്ണി വീണ്ടും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അത് നിനക്ക് തിരിച്ച് വേണമെന്ന് പറയണം. നീ ഒരു കാര്യം കൊണ്ടുവന്നതിന് ശേഷം അന്തസ്സായിട്ട് പോയി ജോലി ചെയ്ത് വല്ലതൊക്കെ അതിന് തിന്നാൻ കൊടും. അതാണ് അത് പറയണത്. മറ്റവൻ്റെ കൂടെ പോയിരുന്നപ്പോൾ എനിക്ക് നല്ല സുഖമായിരുന്നു, കുറേ നാളെങ്കിലും അവൻ എന്നെ സുഖിപ്പിച്ച് കൊണ്ട് നടന്നു. നീ എനിക്കൊന്നും വാങ്ങിച്ചു തരൂല, ഒന്നും ചെയ്യൂല, എൻ്റെ കാര്യങ്ങളൊന്നും തിരക്കൂല, എൻ്റെ അടുത്തൊന്നും മിണ്ടൂല, നീ കൂട്ടുകാരെയും കൊണ്ട് നടക്കും, ഇങ്ങനെയൊക്കെയാണ് അവൾ പറയണത്. ഈ മറ്റവനും അങ്ങനെ തന്നെയാണ്. അവനും ഇതേ കണക്കിറങ്ങി പോവേ മഹാ തെമ്മാടിയായിരുന്നു. പക്ഷേ ഇനി മിക്കവാറും അമ്മയ്യ വീണ്ടും ഇനിയിപ്പോൾ അടുത്തവൻ്റെ കൂടെ ഉറപ്പായിട്ടും പോയിരിക്കും. ഈ വിഷ്ണുവിനെ കളഞ്ഞിട്ട് രണ്ടാമത് വിഷ്ണുവിൻ്റെ കൂടെ വന്നിട്ടുണ്ട്, ഇനി ചാടിപ്പോവും. വേറെ ഒരുത്തൻ്റെ കൂടെ പോയില്ലെങ്കിലും ചിലപ്പോൾ പറയും, ഞാൻ ഇനി അബീരൂടെ തന്നെ പോണു, അവനാണ് നല്ലത്, ഇനി വീണ്ടും അവൻ അഴുക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇവള് ചാടിക്കളിക്കും. ഇല്ലെങ്കിൽ ഇവള് മറുകണ്ടം വേറൊരു കണ്ടം ചാടും. അങ്ങനെ കണ്ടം വഴി ചാടി അമ്മയെ ഇങ്ങനെ അങ്ങ് പൊയ്ക്കോണ്ടിരിക്കും. വിഷ്ണു അവിടെ കിടന്ന് വീണ്ടും മോങ്ങാനായിട്ടാണ് മീഡിയയുടെ മുന്നിൽ വന്ന് കിടന്ന് കാള കരയും പോലെ വിഷ്ണു കരയും. അതിന് വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ഇവള് വീണ്ടും അവൻ്റെ അടുത്തോട്ട് പോണത്.